യേശുവേ ഹൃദയത്തിൻ വാതിൽ തുറക്കാം. യേശുവേ ജീവനാഥനായ എന്നുള്ളത്തിൽ യേശുവേ എൻ രക്ഷകനേ നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ നീ മാത്രമാശ്രയം. എൻ രക്ഷകനേ നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ നീ മാത്രമാശ്രയം. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. എൻ കരച്ചിലിൻ ശബ്ദം കേൾക്കുന്നു യേശു മാത്രം. എൻ കണ്ണുനീർ കടന്നു പോകാത്തോ യേശു മാത്രം. എൻ കരച്ചിലിൻ ശബ്ദം കേൾക്കുന്നു യേശു മാത്രം. എൻ കണ്ണുനീർ കടന്നു പോകാത്തോ യേശു മാത്രം. എൻ രക്ഷകനേ നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ നീ മാത്രമാശ്രയം. എൻ രക്ഷകനേ നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ നീ മാത്രമാശ്രയം. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ഈ പ്രോഗ്രാമിലൂടെ കർത്താവിൻ്റെ വചനം നമുക്ക് ശ്രവിപ്പാൻ കർത്താവ് ഇടയാക്കുന്ന ഓർത്ത ദൈവത്തിന് സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ സ്നേഹിതർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ഇന്ന് നമുക്ക് ധ്യാനിപ്പാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും വേദപുസ്തകത്തിൽ സുപരിചിതമായൊരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വായിപ്പാൻ ഞാൻ ആത്മാവിൽ ശരണപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചപ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു.
പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമാണ് നമുക്ക് വായിപ്പാൻ ഇടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. തടവിൽ സൂക്ഷിച്ചിരിക്കുന്ന പത്രോസിനെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവനു വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൻ്റെ ആ ചരിത്രത്തെ നമുക്കേവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. പ്രൈസ് ദി ലോർഡ്. നിരവധി ആത്മീയ സന്ദേശങ്ങൾ നമുക്കതിൽ നിന്നും ശ്രവിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചിട്ടുണ്ട്. 12-ാം അധ്യായത്തിൻ്റെ തുടക്കം ഇങ്ങനെ വായിക്കുന്നു: ആ കാലത്ത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി യോഹന്നാൻ്റെ സഹോദരനായിരിക്കുന്ന യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. പ്രൈസ് ദി ലോർഡ്. അക്കാലത്ത് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് ഹെരോദാവ് കൈനീട്ടി. പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഇന്നൊരു ദൂത് ദൈവാത്മാവിന് കൈമാറുവാനുണ്ട്. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ദൈവം പണി കഴിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സഭയാകുന്ന നമ്മെ ഈ ലോകത്ത് ദൈവം നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ള ദൈവിക ദൗത്യങ്ങൾ നമ്മളിൽ കർത്താവ് ഭരമേൽപ്പിച്ചിരിക്കുമ്പോൾ ആ ദൗത്യത്തിൻ്റെ നിവൃത്തീകരണത്തിലേക്ക് അല്ലെങ്കിൽ ആ ദൗത്യത്തിൻ്റെ നിർവഹണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ ഈ ലോകത്തിൻ്റെ ശക്തികൾ പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിന് നേരെ പോരാടുവാൻ ഇടയായിത്തീരും. ലോകത്തിൻ്റെതായ പ്രതിസന്ധികളും ലോകത്തിൻ്റെതായ പൈശാചിക തലങ്ങളും ദൈവികമായ ദൗത്യങ്ങൾക്കെതിരെ വെല്ലുവിളികളായി ഉയരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ആ വെല്ലുവിളിക്കുന്ന അധികാരങ്ങളുടെ നടുവിലും ദൈവികമായ ദൗത്യങ്ങളിൽ നിന്നുകൊണ്ട് ചെയ്യുവാൻ കഴിയുന്നവർ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, ഒരു ദൈവസഭയിൽ പിശാച് നോക്കുന്നത് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവസഭയുടെ പിൻപിൽ ശക്തരായി നിലനിൽക്കുന്നവരെയാണ് പിശാച് നോട്ടമിടുന്നത്. യോഹന്നാന്റെ സഹോദരനായിരിക്കുന്ന യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു എന്ന് വേദപുസ്തകം വായിക്കുമ്പോൾ ആരായിരുന്നു യാക്കോബ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. യാക്കോബ് ഒരു പ്രാർത്ഥനാ മനുഷ്യനാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന മനുഷ്യനെയാണ് പിശാച് നോട്ടമിടുന്നത്. ഇന്ന് ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ദൈവസന്നിധിയിൽ ആത്മാവിൽ പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പൈശാചിക പോരാട്ടങ്ങൾ നിങ്ങൾക്കെതിരെ പിശാചൊരുക്കും. എന്നാൽ പോരാട്ടങ്ങളുടെ നടുവിലും ശത്രുവിൻ്റെ പദ്ധതികളെയും ശത്രുവിൻ്റെ നിരൂപണങ്ങളെയും ആത്മാവിൽ തിരിച്ചറിയുവാനുള്ള ഒരു കൃപ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് അനിവാര്യമാണ്. യാക്കോബിനെ കൊന്നത് യഹൂദന്മാർക്ക് പ്രസാദമെന്ന് കണ്ടിട്ട് അവർ പത്രോസിനെ പിടിച്ചു. പത്രോസ് ശക്തനായി ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഉപയോഗിക്കപ്പെട്ട ഒരപ്പോസ്തലൻ. അവൻ്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമാകുവാൻ, അനേകർ ദൈവത്തിങ്കലേക്ക് അടുത്തു വന്ന് ദൈവത്തോട് ദൈവിക പ്രമാണത്തോട് അവൻ്റെ പ്രസംഗത്തിലൂടെ വിശ്വാസ സ്നാനം സ്വീകരിപ്പാൻ ലോകം അവൻ്റെ മുൻപിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുവാനുള്ള ഒരു വലിയ ശുശ്രൂഷ ഏറ്റെടുത്തവൻ, ദൈവസഭയ്ക്ക് പ്രയോജനകരമായിരിക്കേണ്ട ഒരു ശുശ്രൂഷ നിർവഹിക്കേണ്ടവൻ, ലോകത്തിൻ്റെ ശക്തികൾ അവനെ പിടിക്കുമെന്നത് അവൻ്റെ ശുശ്രൂഷയുടെ പിന്നിൽ പ്രാർത്ഥിച്ച
യാക്കോബിനെ ഇല്ലാതാക്കിയത് കൊണ്ടാണെന്ന് ദൈവവചനം നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, അനേകരുടെ പ്രാർത്ഥന കൊണ്ട് നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ ഭക്തന്മാർ, അനേക മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ട് മുന്നോട്ട് നയിക്കപ്പെടുന്ന തലമുറകൾ, അനേകരുടെ പ്രാർത്ഥന നിമിത്തം ദൈവത്താൽ മാനിക്കപ്പെടുന്ന കുടുംബങ്ങൾ, അവർക്ക് നേരെ ഈ ലോകത്തിൻ്റെ പിശാച് പ്രാർത്ഥനകളെ തകർക്കുവാൻ പോരാടുന്ന കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. അപ്പോൾ ഒരുവന്റെ പ്രാർത്ഥനകളെ പിശാച് ഇല്ലാതാക്കിയപ്പോൾ ശക്തനായിരിക്കുന്ന ഒരു ശുശ്രൂഷകനെ ദേശത്തിൻ്റെ അധികാരങ്ങൾ പിടിച്ച് കാരാഗൃഹത്തിലാക്കുവാനിടയായി. എന്നാൽ 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, ഇവിടെ ഒരുവന്റെ പ്രാർത്ഥനയല്ല ദൈവസഭയിൽ ഉണർന്നത്, ഒരു സഭയുടെ പ്രാർത്ഥന അവിടെ ഉയരുവാനിടയായി തീർന്നു. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയല്ല ഇവിടെ ഉയർന്നത്, സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയാണ് ഒരുവന് വേണ്ടി ഉയരുവാനിടയായത്. ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവിൽ ഈ തിരുവചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന ദൈവസഭ, എന്നെ കേൾക്കുന്ന ദൈവജനം ശ്രദ്ധയോടെ പ്രാർത്ഥനയിൽ പോരാടുവാൻ ആത്മാവിൽ എഴുന്നേൽക്കേണ്ട കാലഘട്ടത്തിലേക്കാണ് നമ്മൾ അടുത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ള ദൈവസഭ പ്രാർത്ഥനയിൽ ഉണർന്നാൽ അനേകരുടെ കാരാഗ്രഹ ബന്ധനങ്ങൾ ആത്മാവിൽ അഴിക്കപ്പെടുവാൻ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന കൊണ്ട് സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തിലൂടെ ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുകയാണ്. ഈ തിരുവചനത്തിൻ്റെ കേൾവി പ്രാർത്ഥനയിൽ ദൈവകൃപയോടെ ജ്വലിച്ച് അലിയ ദേശത്തിൻ്റെ ദൈവപ്രവർത്തിക്ക് വേണ്ടി എഴുന്നേൽപ്പാൻ അനേകരുടെ പ്രാർത്ഥന ഒരഭിഷേകമായി ദേശങ്ങളിൽ ചലിക്കുവാനിടയാകട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. വെറുതെ പ്രാർത്ഥിക്കുവാനുള്ളതല്ല, പ്രാർത്ഥന ഒരു ജൽപ്പനങ്ങളായി മാറുവാനല്ല, പ്രാർത്ഥന മറിച്ച് അഭിഷേകത്താൽ പ്രാർത്ഥിക്കപ്പെടുവാൻ, ദൈവനിയോഗത്തോടെ പ്രാർത്ഥിക്കപ്പെടുവാൻ ഒരു സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന എഴുന്നേറ്റ് വന്നതുപോലെ ആത്മാവിൽ ദൈവസഭകൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദേശത്ത് ഈ കാലഘട്ടത്തിൽ വലിയവ നടക്കുവാൻ പോകുകയാണെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു. പ്രാർത്ഥനകളെ കുറിച്ച് 1-2 ചിന്തകൾ നിങ്ങളുടെ മുൻപിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. 1, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ആമേൻ. ദൈവസന്നിധിയിൽ ദൈവസഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചെങ്കിൽ, നാം പ്രാർത്ഥനയിൽ പോരാടുമ്പോൾ, പ്രാർത്ഥനയിൽ ഇടിവ് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, നാം ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാനിടയാകണം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രദ്ധയോടെയാകട്ടെ. ഈ നാളുകളിൽ നിങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിൽ ഒരാത്മീയ ഉണർവിന് വേണ്ടി, ഒരാത്മീയ ചൈതന്യം വെളിപ്പെടേണ്ടതിന് വേണ്ടി ദേശത്ത് അനേകരെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന പാത്രങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ അഭിഷേകം പ്രാപിച്ച ഒരു കൂട്ടത്തെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന വളരെ ശ്രദ്ധയോടെ ആയിരിക്കട്ടെ. കാരണം രാജ്യങ്ങളുടെ ഉണർവിന് വേണ്ടി, ആത്മീയമായ ഗോളത്തിൻ്റെ അകത്ത് പ്രാർത്ഥന ഇല്ലാതെ പോകുന്നതിൻ്റെ അധപ്പതനങ്ങളുടെ നടുവിൽ ആത്മീയ ഉണർവിന് വേണ്ടി ഒരു സഭ ദൈവത്താൽ എഴുന്നേൽക്കപ്പെടുവാൻ എന്നെ കേൾക്കുന്ന നിങ്ങളെയും ആത്മീയ പ്രാർത്ഥനയുടെ ഉണർവിലേക്ക് നിങ്ങളെ ഈ പ്രാർത്ഥനയിൽ പോരാടുവാൻ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുന്നു. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 1 നമുക്ക് സുപരിചിതമാണ്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന പലരും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മടുത്തു പോകാറുണ്ട്. നിരവധിയായ നാളുകളിൽ പ്രാർത്ഥിച്ചിട്ടും
എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ തലമുറയുടെ പ്രശ്നങ്ങൾ, എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, എനിക്കൊരു നീക്കുപോക്ക് വന്നില്ലയോ എന്ന് ദൈവത്തോട് ചോദിക്കുന്ന സന്ദർഭങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങളിലുണ്ട്. ഭാരമനുഭവിക്കുന്ന, ദുഃഖമനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ദൈവജനത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലയോ എന്ന് പറയുമ്പോൾ പലപ്പോഴും ദൈവസന്നിധി നമ്മൾ മടുത്തു പോകാറുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. നമ്മളെ പ്രാർത്ഥനയിൽ പണിയുവാനാ ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനകളിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ, രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ അവൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ എന്ന് ചോദിക്കുമ്പോൾ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് പറഞ്ഞതെങ്കിൽ, പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുന്നവരുടെ വിഷയത്തിൻ്റെ മേൽ മടുത്തുപോകാതെ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിഷയങ്ങൾ, നിങ്ങളുടെ ജോലി വിഷയങ്ങൾ, നിങ്ങളുടെ തലമുറയുടെ വിഷയങ്ങൾ, നിങ്ങളുടെ എല്ലാ മേഖലകളിലും ഒരു ആത്മീയ ചൈതന്യം വരുത്തുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു. ഈ പ്രാർത്ഥനയിൽ, ഈ വചന കേൾവിയിൽ ഇതുവരെ പ്രാർത്ഥിക്കുവാൻ ഒരു ദൈവകൃപ പ്രാപിക്കാത്ത ചിലരെ ആത്മീയ അഭിഷേകത്തോടെ നിങ്ങളുടെ വിടുതലിനു വേണ്ടി നിങ്ങളെ തന്നെ ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു വേദഭാഗം വായിക്കുന്നു, യാക്കോബിൻ്റെ ലേഖനം, സ്തോത്രം, 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നമുക്ക് വായിക്കുമ്പോൾ, എന്നാൽ നിങ്ങൾ രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. വചനം എന്താ പറയുന്നത്? നിങ്ങളുടെ ഇടയിൽ രോഗശാന്തി വെളിപ്പെടേണ്ടതിന് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരുവന് വേണ്ടി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ രോഗബന്ധനങ്ങൾ അഴിയുവാനിടയാകും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഈ മീറ്റിങ്ങിലൂടെ, ഈ പ്രോഗ്രാമിലൂടെ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ എൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ശാരീരികമായി നിങ്ങൾ അനുഭവിക്കുന്ന ചില രോഗത്തിൻ്റെ അനുഭവങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഒരു യേശുവിൻ്റെ അധികാരം ഈ പ്രോഗ്രാമിലൂടെ ചലിക്കുമ്പോൾ നിങ്ങളുടെ ശരീരങ്ങളിൽ പിശാച് വിതയ്ക്കപ്പെട്ട രോഗത്തിൻ്റെ ആത്മാവിനെ വേരോടെ എടുത്തു കളയുവാൻ കഴിയുന്ന ഒരു അഭിഷേകത്തിൻ്റെ ശക്തി ഈ കൂട്ടായ്മയുടെ അകത്ത് ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിച്ച് ഈ വചനം ഏറ്റെടുക്കുന്ന നിങ്ങളുടെ മേൽ ആത്മാവ് പറയുന്നു, ഇന്ന് എന്നെ കേൾക്കുന്ന ഈ ശബ്ദത്തിന്റെ നടുവിൽ ചില രോഗത്തിന്റെ ശക്തികൾ പിശാച് പറയുന്നു, ഇത് നിന്റെ ജീവനെ അപഹരിക്കും, ഇത് നിന്റെ പ്രാണനെ വേട്ടയാടും, ഇത് നിന്റെ ജീവിതത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നിന്നിൽ കാണാതെ വണ്ണം നിന്റെ ശരീരങ്ങളെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറയുന്ന രോഗത്തെയും രോഗാത്മാവിനെയും അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക ബന്ധനങ്ങളെയും അഴിപ്പാൻ കഴിയുന്നൊരു ദൈവശക്തി നിങ്ങളുടെ സമർപ്പണത്തിങ്കൽ ഇന്ന് ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നു. രക്തത്താൽ ജയമെടുക്കുന്നു. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? ഒരു രോഗശാന്തി വെളിപ്പെടുവാൻ. രോഗശാന്തിയുടെ വരമല്ല ഇവിടെ പറയുന്നത്. സ്വന്തം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ ദൈവിക വിടുതൽ നടക്കുമെന്ന് ദൈവവചനം പറയുന്നു. ഒരു പ്രാർത്ഥന, സ്തോത്രം, എഫേസ്യ ലേഖനം ഹല്ലേലൂയ 6-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിൻ്റെ 18-ാം വാക്യം, സകല പ്രാർത്ഥനയിലും യാചനയിലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ച് അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും വേണ്ടിയും ഹല്ലേലൂയ പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഇവിടെ എന്താ പൗലോസ് പറയുന്നത്? ഒന്ന്, ഹല്ലേലൂയ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ
നമ്മുടെ പ്രാർത്ഥനകളിലൂടെ വാചകങ്ങളെ അല്ല ദൈവം കാണുന്നത്, നമ്മുടെ അന്തരാത്മാവിലെ ഞരക്കമാണ് കാണുന്നത്. പരിശുദ്ധാത്മാവ് പ്രാപിച്ച ദൈവമക്കളെ, നിങ്ങളുടെ ആത്മതലങ്ങളിലെ പ്രാർത്ഥന, ഹല്ലേലൂയ, പരിശുദ്ധാത്മ പറയുന്നു, വലിയ ദൈവിക പ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയിൽ സ്ഥിരത പ്രാപിക്കുവാനിടയാകണം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ മേൽ ദൈവം ആഗ്രഹിക്കുന്നു, ഭൂമിയിൽ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് സാധിപ്പിക്കുന്നൊരു ദൈവം. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ തുടങ്ങി വെച്ച വചനം സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന കാരാഗ്രഹ തുല്യമായി ബന്ധിക്കപ്പെട്ട് ഉള്ളറയിൽ കിടന്ന് ഒരു വെളിച്ചം കാണാതെ ജീവിതത്തിൻ്റെതായ വഴികളിൽ മുട്ടി ഒരു വിടുതലിനെ പ്രതീക്ഷിച്ചിട്ടും സാധ്യത കാണാതിരിക്കുന്ന ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നു പകലിൽ നിങ്ങളെ വിടിവിപ്പാൻ കഴിയുന്നൊരു വചനത്തിൻ്റെ ശക്തി ഈ നിങ്ങളോടുള്ള ദൈവശബ്ദമായി മുഴങ്ങുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് പറയുന്നു. എത്ര പേർക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയും? കർത്താവേ, എന്നെ ഒന്ന് വിടുവിക്കണമേ. ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയുന്നു, നമ്മുടെ പ്രാർത്ഥനകളിൽ പലപ്പോഴും പലരും നമ്മുടെ പ്രാർത്ഥന കാണുന്നില്ല. പക്ഷെ എൻ്റെയും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ചില കാരാഗ്രഹത്തിൽ കിടക്കുന്ന ദൈവരാജ്യത്തിന് പ്രയോജനമാകേണ്ട ചിലരെ എഴുന്നേൽപ്പിക്കുവാൻ കഴിയുന്ന ഒരു പ്രാർത്ഥന നിങ്ങളുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയ്ക്ക് കഴിയും. ഓ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിലുള്ള പ്രാർത്ഥന ചില രോഗബന്ധനങ്ങളെ ഈ പ്രോഗ്രാമിൽ എന്നെ വീക്ഷിക്കുന്ന നിങ്ങളുടെ ശരീരങ്ങളിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഒരു നിമിഷം എൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലൂടെ ഈ വചനത്തിൻ്റെ മുൻപാകെ ഒന്ന് പ്രാർത്ഥനയിൽ അടുത്തു വരാൻ കഴിയുമോ? ഹല്ലേലൂയ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഈ മീറ്റിങ്ങിനകത്ത് തന്നെ കേൾക്കുന്ന ചിലരുടെ കാരാഗ്രഹത്തിൻ്റെ ശക്തികൾ, രോഗത്തിൻ്റെ ശക്തികൾ, പാപത്തിൻ്റെ ശക്തികൾ അഴിയുന്ന ഒരു ആത്മീയ വിടുതൽ ഈ മീറ്റിങ്ങിനകത്ത് വെളിപ്പെടുമെന്ന് ഞാൻ ആത്മാവിൽ കാണുന്നു. മാതാപിതാക്കളെ, നിങ്ങളുടെ തലമുറകൾ ചില മേഖലകളിൽ ബന്ധിക്കപ്പെട്ട് ഒരു കാരാഗ്രഹത്തിൻ്റെ അകത്തെ അറയിൽ ഒരു ഒതുക്കിയിട അനുഭവങ്ങളിൽ വാഗ്ദത്തമുള്ളവരുടെ വാഗ്ദത്തങ്ങളെ കാണാൻ കഴിയാതെ തലമുറകളെ ഓർത്ത് വിലപിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ചില കെട്ടുകളെ സ്വർഗം അഴിക്കും, ചില ബന്ധനങ്ങളെ ദൈവം അഴിക്കും, ചില പോരാട്ടങ്ങളെ ദൈവം അഴിക്കും. ആകയാൽ ആ പ്രാർത്ഥനയുടെ മേൽ ദൈവം നിങ്ങളുടെ തലമുറകളെ തൊടുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരസാധാരണമായ ചില രോഗബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയുവാൻ ഇടയാകുന്നു. ഹല്ലേലൂയ. മരണഭീതിയിൽ കഴിയുന്ന, ഹല്ലേലൂയ, ഹാർട്ട് സംബന്ധമായ ബ്ലോക്കുള്ള, ഹല്ലേലൂയ, രോഗമുള്ള, ഉദര സംബന്ധമായ രോഗമുള്ള, വൈദ്യശാസ്ത്രം ഇനിയും ഒരു രക്ഷയില്ലെന്ന് പറയുന്ന മാരക രോഗങ്ങളെ പോലും അതിൻ്റെ വേരോടെ നശിപ്പിക്കാൻ കഴിയുന്ന രോഗത്തിൻ്റെ ശക്തികളെ മേൽ ജയം തരുന്ന യേശുവിൻ്റെ നാമം നിങ്ങളുടെ നടുവിൽ ഈ പ്രാർത്ഥന മൂലം വെളിപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ വചനത്തിൻ്റെ കേൾവിയിലൂടെ എന്നെ കേട്ട എല്ലാ ദൈവമക്കളെയും നീ ഒന്നിച്ച് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ ഒരസാധാരണമായ ദൈവിക വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു യാക്കോബിനെ തകർത്ത് ശക്തനായിരിക്കുന്ന ഒരു അഭിഷക്തനെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കിയപ്പോൾ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന പത്രോസിൻ്റെ കാരാഗ്രഹത്തിൽ നിന്നും 1-ാം കാവലും 2-ാം കാവലും തുറന്ന് ഇരുമ്പ് വാതിലുകളെ തുറന്ന് പ്രാർത്ഥിക്കുന്നവരുടെ നടുവിൽ നിർത്തിയ എൻ്റെ ദൈവത്തിൻ്റെ നാമം ഇന്ന് രാത്രിയിൽ, ഇന്ന് ഈ സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ അസാധാരണമായി ചലിക്കുവാൻ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഈ ജനത്തെ ഒന്നിച്ച് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ
ആമേൻ. കർത്താവ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.